നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. 1 കിലോ അരിക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ കപ്പിൽ 3 കപ്പ് അരി. 3 കപ്പ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 3 ഗ്ലാസ് അളന്നിട്ടിട്ടുണ്ട്. ഓക്കെ. 2 കഷ്ണം ചെറിയ പട്ട, 5 ഏലക്ക, 8 ഗ്രാമ്പൂ, പിന്നെ സജീരകം. ഓക്കെ. പിന്നെ മല്ലിയിലും പുതിനയിലും അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് 2 പിടി ഇടാം. പിന്നെ പട്ടയുടെ ഇല, ഫ്രഷ് പട്ടയുടെ ഇലയാണ്. പിന്നെ 1/4 കിലോ ക്യാരറ്റ് അരിഞ്ഞത്, അതിന് 1/4 കിലോ പൈനാപ്പിൾ അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് നടു മുറിച്ചത്, കുറച്ച് മുഴുവൻ കുരുമുളക്. പിന്നെ ഈ സ്പൂണിൽ, ഇതാണ് സ്പൂണ്, ഈ സ്പൂണിൽ 2 സ്പൂൺ നെയ്യ്, അതിൽ 2 സ്പൂൺ ഓയിലിൽ ഡാൽഡ ഏതായാലും ഉപയോഗിക്കാം, 1 നാരങ്ങ. ഇതാണ് വേണ്ട സാധനങ്ങൾ. നമുക്ക് ഈ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കേണ്ടി വരും. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മണമൊക്കെ നല്ലോണം ചേരും. അതിന് ഐറ്റംസ് കൂടുതലിടണം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അരി വെള്ളമൊഴിച്ച് കഴുകി ഊറ്റാൻ വയ്ക്കാം. വെള്ളത്തിൽ കുതിർത്തിയിടേണ്ട കാര്യമില്ല. അരി നമുക്കൊരു 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെള്ളം വാരാൻ വയ്ക്കാം. നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. മുന്തിരിയും കൂടിയിട്ട് വറുക്കാം. ഇങ്ങനെ കാഷ്നട്ടും മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളൊരു 1.5 കുടം നാടൻ വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, 2 സബോള, 1 തക്കാളി ഇനി വഴറ്റുകയാണ് കാണുന്നത്. നമുക്കൊന്നും കൂടി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടി, നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, സജീര എന്നിവ പൊടിച്ചെടുത്തത് ഇതിൽ ചേർക്കാം. നമ്മൾ മസാല പൊടിച്ചത് ചേർക്കാം. നമ്മുടെ ഫ്രഷ് പട്ടയുടെ ഇലയും ചെറുതാക്കി നുറുക്കി ഇട്ട് നമുക്ക് വഴറ്റാം. ഒരു 3 തണ്ട് വേപ്പില ചേർക്കാം. നല്ലോണം വഴറ്റാം. മസാലയൊക്കെ നല്ലോണം വഴറ്റി നല്ല സ്മെല്ല് വന്നു തുടങ്ങി. നമുക്കിതിൽ ക്യാരറ്റും അരിയും ഇടാം. നല്ലോണം വഴറ്റി യോജിപ്പിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് വെള്ളവും തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുന്നവരെ ഇളക്കുക. അതാണ് വെക്കുക. തിളച്ച് വരുന്നവരെ ഇത് നമ്മുടെ അരി ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം ചൂടിൽ ഇട്ടാൽ മതി. ഓക്കെ. വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നമുക്കൊരു സ്പൂൺ ഉപ്പിടാം.
ഇപ്പോൾ പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വെള്ളം മൂടി വയ്ക്കാം. കുരുമുളകും കൂടി ഇട്ട് കൂടെ വറക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. നമുക്ക് വയ്ക്കാം. വെള്ളം ഒഴിച്ചു. നമുക്ക് നാരങ്ങനീര്, മല്ലിയില, പുതിനയില, പൈനാപ്പിൾ ഇത്രയും കൂടിയാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റ് മാറിപ്പോകാം. പക്ഷേ ഉപ്പ് ആവശ്യത്തിനായിട്ടുണ്ട്. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം. ഇപ്പോഴാണ് വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റി ചോറിൽ കറക്റ്റായി പിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് നാരങ്ങ ചേർക്കാം. രണ്ട് പിടി മല്ലിയിലും പുതിനയിലും അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, നമുക്ക് പൈനാപ്പിളും കൂടി ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഏകദേശം വറ്റാറായിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വയ്ക്കാം. അടച്ചിടുന്നതിന് മുമ്പ് ഇവിടെ വറുത്ത് വച്ചിരിക്കുന്ന മുന്തിയും കശുവണ്ടി പരിപ്പും ഇത് മുകളിലിടാം. ഓക്കെ, ഒരു 6 മിനിറ്റ് മൂടി അടച്ച് വിസിൽ വെച്ച് നമുക്ക് ചെറു തീയിൽ കുക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും തീയുടെ സെൻറ്റർ മാറ്റി നമുക്ക് ദം ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാം. ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അതിന് ഒട്ടി പിടിക്കുന്നില്ല, എന്ത് കൂടിയിട്ടില്ല. നല്ല മണം മയക്കുന്ന മണം ബിരിയാണിയുടെ. നമ്മുടെ ബിരിയാണി റെഡി. ചിക്കൻ റോസ്റ്റിനും ബീഫ് റോസ്റ്റിനും കൂടെ കഴിക്കാൻ ഇതിലും സൂപ്പർ കോമ്പിനേഷൻ വേറെയില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിന് കാതോർത്തുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇന്നത്തെ ബിരിയാണി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.